തിരുവനന്തപുരത്തേക്ക് പോകാം. അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, പ്രചാരണങ്ങളൊക്കെ ഏത് രീതിയിൽ മുന്നോട്ട് പോകുന്നു തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ടതുണ്ട്. സുനിൽ ഐസക് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. സുനിൽ, നമുക്കറിയാം തിരുവനന്തപുരത്ത് ആദ്യം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചുകൊണ്ട് ഞെട്ടിച്ചതാണ് കോൺഗ്രസ്. പിന്നീട് ഈ പ്രചാരണത്തിലുടനീളം ആ ഒരു മേൽക്കൈ നിലനിർത്താൻ അവർക്ക് സാധിച്ചിട്ടുണ്ടോ? അതേസമയം വലിയ വിജയപ്രതീക്ഷ LDF വെച്ച് പുലർത്തുന്നുമുണ്ട്. പക്ഷേ വികസന പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് UDF ജനങ്ങളിലേക്ക് ഇറങ്ങാനും ശ്രമിക്കുന്നു. NDAയും വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ടെങ്കിലും പലയിടത്തും സ്ഥാനാർത്ഥികൾ പോലും ഇല്ലാത്തത് അവർക്കും തിരിച്ചടിയാകുന്നുണ്ട്. മൊത്തത്തിൽ ഇന്നിപ്പോൾ കൊട്ടിക്കലാശത്തിലേക്ക് എത്തുമ്പോൾ മുന്നണികളുടെ പ്രതീക്ഷകൾ എന്തൊക്കെ? ജിൽസി, തിരുവനന്തപുരത്ത് 1838 വാർഡുകളിലേക്കാണ് മറ്റന്നാൾ തെരഞ്ഞെടുപ്പ് നടക്കാൻ വേണ്ടി പോകുന്നത്. കൊട്ടിക്കലാശം അതിന്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് എത്തും. മണിക്കൂറുകൾക്കകം തന്നെ 6 മണിയോടുകൂടി പൂർണ്ണമായും പ്രചരണം അവസാനിക്കും. അതിനു മുമ്പ് ഉച്ച മുതൽ തന്നെ വിവിധ ഇടങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ കൊട്ടിക്കലാശ പരിപാടികളാണ്, പ്രചരണ പരിപാടികളാണ് മുന്നണികളും ആസൂത്രണം നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണയൊക്കെ ചിലയിടങ്ങളിൽ കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷങ്ങളൊക്കെ ഉണ്ട്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ പോലീസും വലിയ കരുതലിലൊക്കെയാണ്. എന്തായാലും അതൊക്കെ അവിടെ നിന്നാലും നമ്മളെ സംബന്ധിച്ച് തിരുവനന്തപുരം ജില്ല എന്ന് പറഞ്ഞാൽ ചർച്ച ചെയ്യുമ്പോൾ ആദ്യം ഉയർന്നു വരുന്നത് തിരുവനന്തപുരം കോർപ്പറേഷനാണ്. തിരുവനന്തപുരം കോർപ്പറേഷനെ സംബന്ധിച്ച് ഇത് നഗര തലസ്ഥാനം എന്നതിനപ്പുറത്തേക്ക് തിരുവനന്തപുരം ഏറ്റവും വലിയ ശക്തമായ മത്സരം നടക്കുന്ന സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളിൽ ഒന്നാണ്. വലിയ തോതിലുള്ള ത്രികോണ മത്സരം തന്നെയാണ് ഈ കോർപ്പറേഷനെ അതിന്റെ ഒരു വീറും വാശിയിലേക്കും എത്തിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ കഴിഞ്ഞ തവണ വലിയ ഭൂരിപക്ഷം 52 സീറ്റുകൾ നേടി LDF തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം പിടിക്കുന്നു. തൊട്ടു പിന്നിൽ 35 സീറ്റുമായി BJP ഉണ്ടായിരുന്നു. എന്നാൽ UDF ആവട്ടെ കഴിഞ്ഞ തവണ വലിയ തോതിൽ പിന്നോട്ട് പോയി 10 സീറ്റുകൾ മാത്രമാണ് അവർക്ക് നേടാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 1-2 തെരഞ്ഞെടുപ്പുകളിൽ UDF കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിനെ അത്ര ഗൗരവമായി കാണുന്നില്ല എന്നൊരു ഫീൽ പൊതുവെ വോട്ടർമാർക്കിടയിൽ ഉണ്ടായിരുന്നു എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് തന്നെ ഇത്തവണ കുറെ കൂടി ഗൗരവത്തിൽ തെരഞ്ഞെടുപ്പിനെ കാണാനും ആദ്യഘട്ടത്തിൽ തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചാരണ പ്രവർത്തനങ്ങളൊക്കെ തുടങ്ങാൻ കഴിഞ്ഞു. മുരളീധരൻ തന്നെ അതിന്റെ ചുമതല നൽകുന്നു. മുരളീധരൻ ആദ്യഘട്ടം മുതൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് വരുന്ന അവസാനിക്കുന്നതുവരെ വീട് കയറ്റം അടക്കം എല്ലാ പ്രവർത്തനങ്ങളിലും മുൻപന്തിയിൽ നിൽക്കുന്നുണ്ട്. മാത്രമല്ല അവരുടെ മേയർ സ്ഥാനാർത്ഥി അടക്കമുള്ളവരെ നേരത്തെ തന്നെ പ്രഖ്യാപിക്കാനൊക്കെ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. വലിയ പ്രധാനപ്പെട്ട നേതാക്കളൊന്നും വിമതരായില്ല എന്നതും UDFന് ആശ്വാസകരമായ കാര്യമാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തോതിൽ നില മെച്ചപ്പെടുത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. LDF ആവട്ടെ അവർക്ക് തിരുവനന്തപുരം എന്ന് പറയുന്നത് അവരുടെ അഭിമാന പ്രശ്നമാണ്. കഴിഞ്ഞ കുറേ കാലമായി അവർ ഭരിച്ചു വരുന്ന അവരുടെ സ്വന്തം തട്ടകമായ തിരുവനന്തപുരത്ത് ഇത്തവണ വിട്ടുകൊടുക്കില്ല എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് അത്തരം പ്രവർത്തനങ്ങളാണ് അവർ നടത്തുന്നത്. ചില CPMന്റെ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ അടക്കമുള്ള ആളുകൾ ഇത്തവണ വിമതരായി എത്തിയത് CPMന് ചെറിയ പ്രയാസം സൃഷ്ടിക്കുന്നുണ്ട്, LDFന് ചെറിയ പ്രയാസം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആകുമ്പോഴും അവരുടെ പഴയ തട്ടകം തിരുവനന്തപുരത്തിന്റെ മണ്ണ് LDFനൊപ്പം തന്നെ നിൽക്കുമെന്ന ആത്മവിശ്വാസമുണ്ട്. അതിനിടയിലാണ് ചില വിവാദങ്ങളൊക്കെ. അപ്പുറത്തേക്ക് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് പറയുന്നത് എന്നതിൽ കൂടി ഈ തെരഞ്ഞെടുപ്പിനെ CPM പൊതുവെ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തലസ്ഥാനം ആർക്കൊപ്പം എന്നൊരു ചോദ്യം ഒരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതുകൊണ്ട് തലസ്ഥാനം പിടിക്കാനുള്ള ഒരു ശ്രമത്തിലാണ്, അല്ലെങ്കിൽ അത് നിലനിർത്താനുള്ള ശ്രമത്തിലാണ് LDF ഉള്ളത്. BJP ആവട്ടെ, BJPക്ക് അവരുടെ ആഭ്യന്തര പ്രശ്നങ്ങളുണ്ട് ഒക്കെ മറികടന്നുകൊണ്ട് എത്രത്തോളം കഴിഞ്ഞ തവണത്തെ 35-ൽ നിന്ന് അവർ പിന്നോട്ട് പോകുമോ അതോ മുന്നോട്ടേക്ക് വരുമോ എന്നതൊക്കെ കാത്തിരുന്ന് കാണേണ്ട കാര്യങ്ങളാണ്. അവരും സജീവമായി